ബീങ് ഓൺ സ്റ്റേജ് വിത്ത് യു. ഏറ്റവും വലിയ സർ, ഞാൻ ജനിച്ചു വളർന്നത് തമിഴ്നാട്ടിലാണ്, നാഗർകോവിലാണ്. അപ്പം അതുകൊണ്ട് മലയാളം സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മലയാള സിനിമ കണ്ടു തുടങ്ങുന്നതിന് മുമ്പ് സ്വാഭാവികമായിട്ടും ഞാൻ കണ്ടു തുടങ്ങിയത് തമിഴ് സിനിമകളും ഞാൻ കേട്ടത് തമിഴ് പാട്ടുകളും കണ്ട് പരിചയിച്ചത് തമിഴ് സിനിമയിലെ നടന്മാരുടെ മുഖങ്ങളാണ്. ജോണി സാർ പറഞ്ഞതുപോലെ കമൽ സാറും രജി സാറും ഇന്നിപ്പോൾ മലയാളത്തിൽ മമ്മൂക്കയും ലാലേട്ടനും എത്രമാത്രം സ്വന്തമാണ് എന്ന് നമ്മൾ ചേർത്ത് പിടിക്കുന്നുണ്ടോ അതേപോലെയാണ് തമിഴ് സിനിമയിൽ കമൽ സാറും രജനി സാറും ഉള്ളത്. അപ്പോൾ എപ്പോഴൊക്കെയോ മനസ്സിൽ പതിഞ്ഞ ഒരു കാഴ്ചകളൊക്കെ അതിലൊക്കെ കമൽ സാർ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് വേണം എനിക്ക് പറയാൻ. കേട്ട പാട്ടുകൾ, എനിക്ക് നായകൻ എന്ന് പറഞ്ഞ സിനിമയാണ് ശരിക്കും സാറിൻ്റെ. ഞാൻ ജനിച്ച് കുറച്ച് നാൾ എനിക്ക് സിനിമ കാണാൻ ഭയങ്കര പേടിയായിരുന്നു. തിയേറ്ററിൽ പോയിരുന്ന സിനിമ കാണുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കരയുമായിരുന്നു. അപ്പോൾ അതിനുശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് സിനിമ തിയേറ്ററിൽ അതൊക്കെ കണ്ട് ആസ്വദിക്കാൻ തുടങ്ങിയത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ഞാൻ നായകൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടതും ആ സിനിമയിൽ സാറ് കരയുമ്പോൾ ഞാൻ കൂടെ കരഞ്ഞതും ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഒരുപക്ഷെ എന്നെ സംബന്ധിച്ച് സാറ് കരയുന്നൊരു മുഖമാണ് എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് തിരശ്ശേരിയിൽ നിന്ന് പറഞ്ഞത്. പക്ഷെ അതൊക്കെ ഒരു നടനാണെന്നോ അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന മാജിക് ഒന്നും മനസ്സിലാവാത്തൊരു പ്രായമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ സ്വന്തം ഒരാൾ വേറെ ഏതോ ഒരു ലോകത്ത് ആണോ അതോ നമ്മുടെ സ്വന്തമാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എവിടെയോ ഒരു നൂല് അതിനിടയിൽ എവിടെയോ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കുട്ടിയുടെ